അപ്പസ്തോല പ്രവർത്തനം 16, 25 മുതൽ 28 വരെ വചനങ്ങൾ. അർദ്ധരാത്രിയോടടുത്ത് പൗലോസ് ശീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാരാഗൃഹ വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടു. തടവുകാരെല്ലാം രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച് അവൻ വാളൂരി ആത്മഹത്യക്കൊരുങ്ങി. എന്നാൽ പൗലോസ് വിളിച്ചു പറഞ്ഞു, സാഹസം കാണിക്കരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ അഭിഷേകം ഒഴുകാൻ പോകുന്ന ഈ സമയത്ത് ദൈവാത്മാവ് നമ്മൾ നിറയാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ബന്ധനങ്ങൾ അടിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ആ കാരാഗൃഹത്തിൻ്റെ അടിത്തറ തകർത്തത് ദൈവത്തിൻ്റെ ആത്മാവാണ്. പൗലോസിനെയും ശിലാസിനെയും ആ തടവറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതും പരിശുദ്ധാത്മാവാണ്. ലൂക്കാ 4:18 യേശു പറഞ്ഞു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ അവസരം പ്രഘോഷിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. യേശുവിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, യേശു അഭിഷിക്തനാണ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാണ്, ആത്മാവ് നിറഞ്ഞവനാണ്. അപ്പോൾ ആ ആത്മാവാണ് വിടുതൽ, വിമോചനം, രക്ഷ, സാൽവേഷൻ, റിഡംഷൻ നമുക്കെല്ലാവർക്കും തരുന്നത്. ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് ഇന്ന് സ്വന്തമാക്കാൻ, ആ രൂപി നമ്മൾ നിറഞ്ഞു കവിയാൻ വേണ്ടി ഈ മണിക്കൂറിൽ പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ പ്രവർത്തനം ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പാട്ടുപാടി നമുക്ക് ശുശ്രൂഷ കടന്നു വരാം. കൈകളടിച്ച് പാടാം. അഭിഷേകത്തോടെ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, എന്നിൽ അഭിഷേകം പകരണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, എന്നിൽ അഭിഷേകം പകരണമേ. തിരുഹിതമെന്നിൽ നിറവേറുവാൻ ആത്മാവിശക്തി എന്നിൽ ചൊരിയണമേ. തിരുഹിതമെന്നിൽ നിറവേറുവാൻ ആത്മാവിശക്തി എന്നിൽ ചൊരിയണമേ. മുട്ടോളം പോരാ ശക്തി, വരയോളം പോരാ ശക്തി, മുട്ടോളം പോരാ ശക്തി, വരയോളം പോരാ ശക്തി. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യുന്നത ശക്തി എന്നിലൊഴുകിടട്ടെ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിലൊഴുകിടട്ടെ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. സ്തുതിക്കുന്നു, ആരാധന, ഹല്ലേലൂയ, ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന. പരിശുദ്ധാത്മാവേ അകലടിച്ച് എന്നിൽ കൃപാഭിഷേകം നിറയുവാനായി പുതുശക്തിയാൽ എന്നുള്ള ഒരുക്കണമേ. എന്നിൽ കൃപാഭിഷേകം നിറയുവാനായി പുതുശക്തിയാൽ എന്നുള്ള ഒരുക്കണമേ. അന്ത്യത്തോളം വിശ്വസ്തന ജീവിച്ചിടാൻ തിരുപാതെ നടത്തണമേ. അന്ത്യത്തോളം വിശ്വസ്തന ജീവിച്ചിടാൻ തിരുപാതെ നടത്തണമേ. മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി, മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിലൊഴുകിടട്ടെ.
നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. ദിനത്തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. ദിനത്തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. അഭിഷേകത്തോടെ സന്തോഷത്തോടെ പുതിയ അഭിഷേകം കൊടുക്കട്ടെ. ഇന്നത്തെ ദിവസം ദൈവാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെട്ടു. Holy Spirit come, 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 Holy Spirit. Hallelujah, 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 hallelujah. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണനേരത്ത് തമ്പുരാൻ്റെ ഉപേക്ഷിക്കണമേ. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവസം നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. വീണ്ടും പരിശുദ്ധാത്മ കൂടുതലായിട്ട് നമ്മൾ ധ്യാനിക്കുകയും അത് സ്വന്തമാക്കുകയും ചെയ്യാം. പരിശുദ്ധാത്മാവെന്ന വ്യക്തിയോടുണ്ടാകേണ്ട, പരിശുദ്ധാത്മാവെന്ന പരിശുദ്ധത്വത്തിലെ മൂന്നാമത്തെ ആളായ ആ പരിശുദ്ധാത്മാവുണ്ടാകേണ്ട ഒരു വ്യക്തിബന്ധം അത് ആഴത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ നമുക്കിടയാകട്ടെ. ശരിക്കും ഈശോ തൻ്റെ കാൽവരി കുരിശും മരണത്തിലൂടെ നമുക്ക് നൽകിയ ഏറ്റവും വലിയ ദാനം അത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെയാണ് ഈശോ ശരിക്കും കാൽവരി കുരിശിൽ മരിച്ചത് എന്തിനായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ തരാൻ വേണ്ടിയാണ്. അന്ന് ഈശോ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഞാൻ പോയി കഴിയുമ്പോൾ ഞാൻ സഹായകനെ അയച്ചു തരും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 17 മുതൽ 20 വരെ ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോട് ഒത്തുവസിക്കും, നിങ്ങളായിരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അല്പസമയം കൂടി കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നു, എന്നാൽ നിങ്ങളും ജീവിക്കും. അപ്പോൾ അവിടെ ഈശോ പറയുന്നത് സഹായകനായിട്ട് പരിശുദ്ധാത്മാവിനെ തരുമെന്ന് ഈശോ ഉറപ്പ് തന്നിരിക്കുകയാണ്. ഈശോയുടെ ഏറ്റവും വലിയ വാഗ്ദാനം യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, ഈശോ നൽകിയ വാഗ്ദാനം പരിശുദ്ധാത്മാവാണ്. ശിഷ്യന്മാർക്ക് എപ്പോഴും കൊടുക്കുന്നൊരു വാഗ്ദാനമുണ്ട്. വാഗ്ദാനം വെച്ചാൽ നിങ്ങൾക്ക് യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പരിശുദ്ധാത്മാവിനെ തരുന്ന ഈശോ ഉറപ്പായിട്ടും പറയും. പഴയ നിയമത്തിൽ മോശ ഇസ്രായേൽ ജനത്തിന്, മോശയോട് ദൈവം പറഞ്ഞതനുസരിച്ച് മോശ ജനത്തോട് പറയുന്നുണ്ട്, ദൈവം ഒരു വാഗ്ദത്ത ഭൂമി തരും, തേനും പാലും ഒഴുകുന്നൊരു കാനാൻ ദേശം. അതൊരു വാഗ്ദാനം, ജനത്തിനോട് വാഗ്ദാനം. ഇതുപോലെ പുതിയ നിയമത്തിൽ ഈശോ മിശിഹ നമുക്ക് നൽകുന്ന ഒരു വാഗ്ദാനം നിത്യജീവനാണ്. പക്ഷെ അതിലേക്ക് എത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവം ഈശോ നമുക്കൊരു വാഗ്ദാനം ഉറപ്പാണത്. അത് യേശുവിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകൾക്കും കിട്ടുന്ന സൗജന്യ ദാനമാണ് പരിശുദ്ധാത്മാവ്. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 26-27 ഞാൻ പിതാവിൻ്റെ അടുത്തുനിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷി നൽകും. ആരംഭം മുതൽ എന്നോട് കൂടെ ഉള്ളവരായതുകൊണ്ട് നിങ്ങളും സാക്ഷി നൽകും. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിക്കുന്നതിന് കാരണം എനിക്ക് ഈശോ എന്നെ ഇവിടം വരെ എത്തിച്ച് എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായമാണ് എനിക്ക് എപ്പോഴും കിട്ടുന്നത്. ഒരു രോഗിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗി സൗഖ്യം പ്രാപിക്കുന്നതിൻ്റെ കാരണം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കും സൗഖ്യം. അത് പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിലേക്ക്
ഒഴുകപ്പെടുന്നതുകൊണ്ട് മാത്രം. മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 16-17 സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. കണ്ടു, വചനം അവിടെ ഈശോ വചനം കൊണ്ട്, വചനത്തിൽ പരിശുദ്ധാത്മാവുണ്ട്. നമുക്ക് യോഹന്നാൻ 6:63 ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവ് ജീവനാണ്. അപ്പോൾ വചനത്തിൽ പരിശുദ്ധാത്മാവുണ്ട്. അപ്പോൾ ആ പരിശുദ്ധാത്മാവാണ് അവിടെ പൈശാചശക്തിയിൽ ബഹിഷ്കരിക്കുന്നത്, സൗഖ്യം കൊടുക്കുന്നത്, വിടുതൽ കൊടുക്കുന്നത്, ബന്ധനമൊക്കെ അഴിക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. ആണ് ഈശോ വീണ്ടും ഉറപ്പിച്ച് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 28-29 ദൈവാത്മാവിനാലാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ശരിക്കും ഈശോയിലൂടെ ദൈവാത്മാവ് വന്നപ്പോഴാണ് പൈശാചിക ശക്തിയിൽ ഓടിപ്പോയത്. പൈശാചിക അലറിക്കൊണ്ട് ഓടുന്നതിൻ്റെ കാരണം ഈശോയിൽ ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ്. സാത്താൻ്റെ ശക്തിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പോയിട്ട് അതിനടുത്തോട്ട് വരാൻ പോലും പറ്റാത്തതിൻ്റെ കാരണം ഇതാണ്. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ 6-7 വചനം അകലെ വെച്ച് തന്നെ അവൻ യേശുവിനെ കണ്ട് ഓടി വന്നവനെ പ്രണമിച്ചു, ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ യേശുവേ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിനിടപെടുന്നു? ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങ് എന്നെ പീഡിപ്പിക്കരുതേ, കാരണം അശുദ്ധാത്മാവെ ആ മനുഷ്യർ പുറത്തു വരുമെന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. അപ്പോൾ ഈശോയുടെ സാന്നിധ്യത്തിൽ അത് പരിശുദ്ധാത്മാവ്, ഈശോയിൽ പരിശുദ്ധാത്മാവ് ദൈവാത്മാവാണ്. അപ്പം ആ സമയത്ത് പൈശാചിക വിട്ടുപോകുക, നിൽക്കാൻ പറ്റുന്നില്ല. ഒരാളിപ്പോൾ നിൽക്കും, പ്രകാശം. ഈശോ യോഹന്നാൻ 8:12 പറയുന്ന പോലെ ഞാൻ ലോകത്തിൻ്റെ പ്രകാശം. ആ പ്രകാശം വരുമ്പോൾ അന്ധകാരം മാറിപ്പോകും. ആ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് നിറയുമ്പോൾ നമ്മളെ ബന്ധനം അഴിഞ്ഞു പോകും. ഒരിക്കൽ ഓർക്കുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ഒരപ്പച്ചൻ ധ്യാനത്തിന് വന്നു. വളരെ സീരിയസ് ആയ രോഗിയാണ്. അപ്പച്ചൻ്റെ രോഗം മറ്റൊന്നുമല്ല, അപ്പച്ചൻ്റെ തലച്ചോറ് ഇങ്ങനെ ചുരുങ്ങുന്ന രോഗം, വളരെ സീരിയസ് ആണ്. അപ്പം അതിനെന്തോ അടുത്തൊരു ഓപ്പറേഷനിലേക്ക് എന്തോ പോകേണ്ട ഒരു അവസ്ഥയിലാണ്. അപ്പം ഇദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ തലയ്ക്ക് വെച്ചിങ്ങനെ കുരിശ് വരച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അപ്പച്ചന് പിന്നീട് പറയുന്നു, എനിക്ക് സൗഖ്യം സംഭവിക്കുന്നുണ്ട്. ഇതിന് ശേഷം അദ്ദേഹം പറയുന്നൊരു വാക്കാണ്, അച്ഛൻ്റെ തലയ്ക്ക് വെച്ചപ്പോൾ ഒരു ഇങ്ങനെ ചുറ്റിയ കൊണ്ട് എൻ്റെ തലയുടെ പുറകിൽ ഇങ്ങനെ അടിക്കുന്നൊരു എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു അനുഭവം ഉണ്ടായി. തലയുടെ പുറകിൽ ഇങ്ങനെ ചുറ്റി കൊണ്ട് അടിക്കുന്നു. അദ്ദേഹം പിന്നീട് പോയിട്ട് ആശുപത്രിയിൽ പോയിട്ട് നോക്കുമ്പോൾ ഈ തലച്ചോറ് ചുരുങ്ങുന്ന ഈ രോഗം പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ട് ആൾ വളരെ നോർമലായിട്ട് നിൽക്കുന്നത് കാണാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വരുമ്പോൾ അവിടെ ഡെലിവറൻസ് സംഭവിക്കുകയാണ്, ബന്ധനം അഴിഞ്ഞു പോവുകയാണ്. പരിശുദ്ധാത്മാവ് സൗഖ്യം കൊടുക്കുന്ന പരിശുദ്ധാത്മാവ് ബൈബിൾ എത്രയോ സമയം അത് സൗഖ്യത്തിന് സംഭവിക്കുന്ന പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നത്. ഹോളി സ്പിരിറ്റിൻ്റെ ഫ്ലോ ഉണ്ടാകുക, അരൂപി ഇങ്ങോട്ട് ഒഴുകി കഴിയുമ്പോൾ അവിടെ വിടുതൽ, സൗഖ്യങ്ങൾ സംഭവിക്കുന്നത് കാണാൻ പറ്റും. മർക്കോസ് സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 30 വരെ വചനം അവിടെ രക്തസ്രാവക്കാരിക്കുണ്ടോയെന്ന അനുഭവമാണ്. അവൾ യേശുക്രിസ്തുവിനെ കേട്ടിരുന്നു. ജനക്കൂട്ടത്തിനിടയിലുള്ള അവൾ അവൻ്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. അവൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. താൻ രോഗവിമുക്തിയായിരിക്കുന്നു എന്നറിഞ്ഞ് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. യേശുവാകട്ടെ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്ന്. കണ്ടോ, യേശുവിന് ശക്തി, അത് പരിശുദ്ധാത്മാവ് പുറപ്പെടുകയാണ്. അറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടം നേരെ തിരിഞ്ഞ് ആരാണ് എന്നെ സ്പർശിച്ചെന്ന് ചോദിക്കണേ. ഈശോയിൽ നിന്ന് ഒഴുകുന്നത് ശക്തി ഒഴുകും, പരിശുദ്ധാത്മ ശക്തി ഒഴുകും. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈശോയിൽ പരിശുദ്ധം ആ ശക്തി നേടുന്നത് ഒരാൾ വിശ്വാസത്തോട് സ്പർശിക്കുമ്പോൾ. അപ്പോഴത് ഫെയ്ത്തിലുള്ള സ്പർശിക്കണം. ഈശോ ദൈവമാണ്, ഈശോ കർത്താവാണ്, ഈശോ ആത്മാവാണ്, ഈശോ ദൈവത്തിൻ്റെ ചൈതന്യം നിൽക്കുന്നു, ഈശോ അഭിഷിക്തനാണ്, ക്രിസ്തുവാണെന്ന്, ഈശോ മിശിഹായാണെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്പർശിക്കുമ്പോഴാണ് ആ ഫെയ്ത്തിൻ്റെ ഒരു റെല്ലമുണ്ട്. ആ റെല്ലത്തിലാണ് ഈ പവർ നമ്മിലേക്ക് ഫ്ലോ ചെയ്യുന്നതും ഡെലിവറി സംഭവിക്കുന്നത്, അല്ല അനോറ്റിക് സംഭവിക്കുന്നത്. അപ്പോൾ അഭിഷേകം കിട്ടിയ ആളുകളെ തൊട്ടാൽ മതി, അഭിഷേകം കിട്ടും നമുക്ക്.
പക്ഷെ അത് വിശ്വാസത്തോടെ സ്പർശിക്കണം, വിത്ത് ഫെയ്ത്തിലൂടെ. വളരെ ഡീപ്പ് ഫെയ്ത്താണ്. അപ്പം അങ്ങനെ ഇവള് ഈശ്വര വസ്ത്രത്തിൽ തൊടുമ്പോൾ ഉടനെ ഈശ്വരന് ശക്തി കൊടുക്കപ്പെട്ട് അവൾക്ക് സൗഖ്യം കിട്ടുന്നു, വിടുതൽ കിട്ടുന്നു. വിശ്വാസത്തോടെ ചെയ്യണം. യോഹന്നാൻ 1:12 പറഞ്ഞു, അവനെ സ്വീകരിച്ചവർക്കെല്ലാം, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ കഴിവ് നൽകി. ലൂക്കാ 9:1-2 ഈശോ ശിഷ്യന്മാർ കൊടുക്കുന്ന ശക്തിയായിട്ട് പറയും. അവൻ 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തുള്ള പിശാചുക്കളുടെ മേൽ അവൻ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. പവർ, ഒരു ശക്തിയുണ്ട്. അത് ശക്തിയോട് ഫ്ലോ ചെയ്ത് ഇവരിലൂടെ ഒഴുകുന്നു കാണാൻ പറ്റും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈ ഒരു ശക്തി അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ, യോഹന്നാൻ 3:27-28, ഇത് ഉന്നതത്തിൽ നിന്ന് വരുന്നതാണ് ഈ ശക്തി വരുന്നത്. ദൈവത്തിനൊരു ശക്തിയായിട്ട് വരണം, അത് ദാനമായിട്ട് തരുന്നതാണ്. ലൂക്കാ 1:34-35 പറഞ്ഞത് അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തി നിൻ്റെ മേൽ ആവസിക്കും എന്ന് പറയുമ്പോൾ ഒരു ശക്തിയുണ്ട്, ഒരു പവറുണ്ട്. ചിലപ്പോൾ ഈ പ്രാർത്ഥന കിട്ടുന്ന സമയത്ത് കിട്ടുന്ന വ്യക്തിയിൽ ഒരു അടയാളങ്ങളുണ്ടാകും, അപ്രതീക്ഷിതമായിട്ടും. ഞാൻ കൊണ്ട് ഒരാളുടെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും ആൾ പറയും ഒരു ഇടിമിന്നലുണ്ടാകുന്ന അനുഭവം, ഒരു ഇടിവെട്ടുന്ന പോലത്തെ ഒരു തണ്ടർ ഉണ്ടാകുന്ന അനുഭവം. പിന്നെ അത് പരിശുദ്ധാത്മ ശക്തി ഒഴുകുകയാണ്, ഫ്ലോ ചെയ്യുക വ്യക്തിയിലേക്ക്, ആ ശരീരത്തിൽ, മനസ്സിലേക്ക്, ആത്മാവിലേക്ക് ഒഴുകുക. അപ്പം അങ്ങനെ ഡെലിവറൻസ് സംഭവിക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ഒഴുകാൻ നമ്മൾ ആഗ്രഹിക്കണം. രോഗികൾക്ക് വിശ്വാസത്തോടെ ഈശോയുടെ നിന്ന് പ്രാർത്ഥന മേടിക്കുമ്പോൾ സൗഖ്യം കിട്ടുന്നത് കാണാൻ പറ്റും. അത് പരിശുദ്ധാത്മാവ് ഇന്നും ആ സഭയിൽ ഈ ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതിനെ വിശ്വാസത്തോടെ സമീപിക്കണം, നമ്മൾ ഫെയ്ത്തോട് പോകണം. ഫെയ്ത്തില്ല. അതുകൊണ്ട് ഈശോ പറയുന്നത്, യോഹന്നാൻ 11:40 പറയുന്ന പോലെ, വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കുമെന്ന് പറയുമ്പോൾ ഫെയ്ത്തോടുകൂടി ചെല്ലുമ്പോഴാണ് ഈ കൃപ നമുക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും. വിശ്വസിക്കാതെ അത് സംഭവിക്കത്തില്ല. ഈ കൃപ, ഇതാണ് കൃപ. കൃപ എന്ന് പറയുമ്പോൾ ഈ പരിശുദ്ധാത്മാവാണ്, ദാനമായിട്ട് തരും. പക്ഷെ വിശ്വസിക്കുന്നവർക്കാണ് ആ കൃപ പ്രവർത്തിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് വലിയ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ പറ്റുക, വലിയ അനുഗ്രഹങ്ങൾ, ദൈവിക ഇടപെടലുകൾ കാണാൻ പറ്റുന്നത് ഫെയ്ത്ത്. അത് എഫെസ്യസ് 2:8 പറഞ്ഞു, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്, നേടിയെടുത്തല്ല ദൈവത്തിന് ദാനമാണെന്ന് പറയുമ്പോൾ അവിടെ ഫെയ്ത്ത്, വിശ്വസിക്കുന്നവരിലേക്കാണ് ഈ കൃപയുടെ ഒഴുക്ക് വരുന്നത്. വിശ്വസിക്കുക. റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ അബ്രാഹത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറയേ 18-21 വരെ വചനങ്ങൾ. നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കും എന്ന് പറയപ്പെട്ടിരുന്ന താൻ അനേകം ജനതകളുടെ പിതാവാകും എന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരുന്ന പ്രതീക്ഷയോടെ വിശ്വസിച്ചു. 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാൻ പറ്റും. അവൻ്റെ വിശ്വാസം ഫലമായില്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസമാണ്. ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞ് പ്രവർത്തിച്ച ഏത് അത്ഭുതവും ഏത് മിറക്കളും, അത് ലൂക്കാ 1:37 ഗബ്രിയേൽ ദൈവദൂതൻ പറയുന്നു, ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അത് പരിശുദ്ധാത്മാവിന് അസാധ്യമായിട്ടൊന്നുമില്ല. പക്ഷെ അതിന് സമീപിക്കുന്നത് വിശ്വാസത്തോടെ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ അബ്രാഹാം വിശ്വസിക്കുകയാണ്. പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ല. കാരണം 100 വയസ്സാണ് അബ്രാഹത്തിന്, സാറയ്ക്ക് 80 വയസ്സ്. അതുവരെയൊരു മക്കളില്ല അവർക്ക്. അപ്പോൾ കുഞ്ഞുണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെ അവർക്കില്ല. അപ്പോഴും അബ്രാഹത്തിന് ദൈവം പറഞ്ഞൊരു വചനമുണ്ട്. ആ വചനം നിറവേറുന്നു. വിശ്വാസം പരിശുദ്ധാത്മാവ് വരുന്നു. ശരി, അവിടെയും പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായിട്ട് അവൻ ചിന്തിച്ചില്ല. മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു. വിശ്വസിച്ചാൽ മതി, അത് സംഭവിക്കുന്നു. അതുകൊണ്ടാണ് ഈശോ തോമാശ്ലീഹയോട് പറയുന്നത്, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കും. യോഹന്നാൻ 20:28-29 എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിശ്വാസിയാകാതെ നീ വിശ്വാസിയായിരിക്കും. വിശ്വസിച്ചാൽ ഉടനെ നിനക്ക് ആ കൃപ നിനക്ക് സ്വന്തമാക്കാൻ പറ്റുക. അതാണ് ഈ റോമ 8:1 യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയിൽ വിശ്വസിക്കുന്നവരിലേക്ക് ഈ അനുഭവം, ഈ അഭിഷേകം കൂടുതലല്ല പരിശുദ്ധ അഭിഷേകം ലഭിച്ചു. എവിടെ നിന്നുണ്ട് യേശു വിശ്വസിച്ചു. അപ്പോൾ ഈശോ വിശ്വസിച്ചു ദൈവപുത്രനാണെന്ന്, സൺ ഓഫ് ഗോഡ്. അതാണ് ഏറ്റവും പ്രധാനം. ഈശോ ദൈവപുത്രനാണെന്ന് ഏറ്റു പറയണം. അങ്ങനെ അപ്പോഴാണ് ഈ പരിശുദ്ധാത്മ അഭിഷേകം നമുക്ക് ലഭിക്കുക. ദൈവപുത്രനാണ് ഏറ്റു പറയണം. റോമലേഖനം 10:8-9 പറഞ്ഞത്, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവനെ മരിച്ചവർ ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യണം. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കും, ചലിച്ചുകൊണ്ടിരിക്കും. അപ്പോസ്തല പ്രവർത്തനം 1:14 പറഞ്ഞാൽ, ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും
അവൻ്റെ സഹോദരന്മാരോടൊപ്പം പ്രാർത്ഥനയും മുഴുകിയിരിക്കണം. പ്രാർത്ഥനയും മുഴുകിയിരുന്ന് ഈശോനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുക. ഈശോയുടെ വചനങ്ങൾ, വാഗ്ദാനങ്ങൾ വിശ്വസിക്കുക. ഈശോ നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനം പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനെ തരാൻ വേണ്ടി ഈശോ കാൽവരിയിൽ മരിച്ചത്. ഈ പരിശുദ്ധാത്മാവ് നമ്മൾ സ്വന്തമാക്കുന്നത് വിശ്വാസത്തിൽ, വിശ്വസിച്ചാൽ മാത്രമേ സ്വന്തമാക്കാം. അത് യോഹന്നാന്റെ സുവിശേഷം 1:12 പറയും, അവനെ സ്വീകരിച്ചവർക്കെല്ലാം, നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. അതുകൊണ്ട് ഈശോ പറയുന്നുണ്ട്, ഈ യോഹന്നാൻ 5:24 പറയും, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവനെ വിശ്വസിച്ചാലേ കിട്ടുകയുള്ളൂ. ഇത് ഭയങ്കര അനുഭവമാണ്. അതാണ് സമരിയാക്കാരി എന്ന് പറഞ്ഞൊരു വേശ്യാവൃത്തി നടത്തിക്കുന്ന ആ സ്ത്രീയോട് ഈശോ പറഞ്ഞ വാക്കുണ്ടല്ലോ, യോഹന്നാൻ 4:10 ദൈവത്തിൻ്റെ ദാനം എന്തെന്നും നിന്നോട് കുടിക്കാൻ ചോദിച്ചത് ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരും. എന്തൊരു ഡയറക്റ്റാണ്. ഈശോയാണ് ആ പരിശുദ്ധാത്മാവ് തരുന്നതെന്ന് യോഹന്നാൻ പറയുകയാണ്. ഈശോയാണ് ആ പരിശുദ്ധം. ഈശോയോട് ചോദിച്ചാൽ കിട്ടുമെന്നോ. അത് ദൈവത്തിൻ്റെ ദാനമാണ് പരിശുദ്ധം. ദൈവം ദാനമായിട്ട് തരാൻ ആഗ്രഹിക്കുക, എല്ലാവർക്കും തരാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അവിടെ സ്വന്തമാക്കാൻ വിശ്വസിക്കണം, അതുപോലെ അനുദപിക്കണം, പശ്ചാത്തപിക്കാതെ പറ്റില്ല. പാപത്തെ വെറുത്തുപേക്ഷിക്കുന്ന തീരുമാനം എടുക്കണം. നല്ല മനസാന്തരം നമ്മുടെ ഹൃദയത്തിൽ സംഭവിക്കണം. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 2:37-38 അപ്പോൾ അവർ ഹൃദയം നിറങ്ങി പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവർ പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുക, പാപമോചനത്തിനായി നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്ഥാനം സ്വീകരിക്കും, അപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ലഭിക്കും. ലൂക്കാ സുവിശേഷത്തിൻ്റെ 15:7 പറയും, അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷം, അനുദപിക്കുന്ന സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകും ഞാൻ നിങ്ങൾ പറയും. അപ്പോൾ അനുദപിക്കുന്ന പാപിയുടെ മേലാണ് ഈ പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നത്. അത് പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിനെ കിട്ടുക. ഈ പരിശുദ്ധാത്മാവെന്ന് അറിയാത്ത നമ്മൾ സംശയങ്ങളും കൺഫ്യൂഷനും വർഷങ്ങൾ കഴിഞ്ഞാൽ അത് തുറവില്ല, അടച്ച ഹൃദയം, വലിയ കഠിന ഹൃദയം, അഹങ്കാരവും ഒക്കെ നിറഞ്ഞ ഹൃദയത്തിൽ ഇത് പ്രവർത്തിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കുക. ഞാൻ കണ്ടിട്ടുണ്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ചില ആളുകൾ പൈശാചി ബന്ധനം എഴുതി കാണാം. വർഷങ്ങളായി മദ്യപാനമൊക്കെ വിട്ടുപോകുന്ന കാണാൻ പറ്റും. ജഡിക പാപങ്ങളൊക്കെ എത്ര വലിയ വർഷങ്ങൾ കഴിയുന്നൊക്കെ ഒറ്റ പ്രയർ കഴിയുമ്പോൾ അത് അവർ വിട്ടുപോകുന്ന അനുഭവങ്ങൾ. അതിൽ മന്ത്രശക്തികളൊക്കെ അതിനകത്തൊക്കെ പെട്ടുപോകുന്ന ആളുകളുണ്ട്. ചില മന്ത്രവാദം, കൂടോത്രം, ബ്ലാക്ക് മാസ്, സെറ്റാനിക് വർഷിപ്പ്. അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവർ വിശ്വാസത്തോടെ ഇങ്ങനെ കുമ്പസാരിച്ചൊരുങ്ങി വരും. എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ പിന്നെ അതോടെ കംപ്ലീറ്റ് അവരൊന്ന് മാറി അവർ പുതിയൊരു ജീവിതം തന്നെ തുറക്കുന്നത് കാണാൻ പറ്റും. വിശ്വാസം ഒട്ടും ഇല്ലാത്തവർക്കും അവിശ്വാസത്തിന് ആ ഒരു ഇരുട്ടുണ്ട് നമ്മുടെ ഉള്ളിലൊക്കെ, ഒരു ഇരുട്ടുണ്ട്. ആ ഇരുട്ട് പോകണമെങ്കിൽ പ്രകാശം വരണം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 9, 10, 11 യേശു പറഞ്ഞു, പകലിന് 12 മണിക്കൂറല്ലേ, പകൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല. ഈ ലോകത്തിൻ്റെ പ്രകാശം അവൻ കാണുന്നു, രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു, കാരണം അവന് പ്രകാശമില്ല. പരിശുദ്ധാത്മാവില്ലാത്തവരെല്ലാം വീണുപോകും. ഈ ഭൂമിയിലെ വിശ്വാസത്തിൻ്റെ മേഖലയിലും എല്ലാ മേഖലയിലും അവർ വീണു പോകുന്നു. പരിശുദ്ധാത്മാവാകുന്ന പ്രകാശമുള്ളില്ലെങ്കിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മുടെ സംസാരങ്ങൾ, ചർച്ചകൾ എല്ലാം തകർന്നു പോകും. എല്ലാം നെഗറ്റീവ്സാണ്, മൊത്തം നെഗറ്റീവ് മൈൻഡായിരിക്കും. അപ്പോൾ നമ്മൾ ബ്ലോക്ക് ആയി. പക്ഷെ പ്രകാശമുള്ളവൻ മുന്നോട്ട് പോകും, അവന് നടക്കാൻ പറ്റും. അവന് ഈശോ ആകുന്ന പ്രകാശം അവൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് അവന് അപകടം ഉണ്ടാകുന്നില്ല. ഈശോ അവനെ അത്ഭുതകരമായിട്ട് പരിപാലിക്കുന്നത് കാണാൻ പറ്റും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനം, എന്നെ അനുഗമിക്കുന്നവന് ഒരിക്കലും അന്ധകാരം നടക്കുന്നില്ല, അവന് ജീവൻ്റെ പ്രകാശം പരിശുദ്ധമാണ്. ഉൽപ്പത്തി പുസ്തകം 1-3 പറയുന്ന ആ ഒരു ചൈതന്യം, പരിശുദ്ധാത്മാവ് ചൈതന്യം നിറയ്ക്കുക. പരിശുദ്ധാത്മാവ് കൊണ്ട് ദിനം പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഈശോ നമുക്ക് തരുന്ന ഏറ്റവും വലിയ ദാനമാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരുട്ടൊക്കെ, നിരാശ, ദുഃഖം, ഭയം ഒക്കെ വിട്ടുപോകുന്നത് കാണാൻ പറ്റും. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 22-23 വചനത്തിൽ ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളിച്ച്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനാണ് നിങ്ങൾ സ്വീകരിക്കണം. മാപ്പാടത്ത് വന്നിട്ടുണ്ട്, അവനെ സ്വീകരിക്കണം. അവനെ സ്വീകരിച്ചവർക്കെല്ലാം സ്വീകരിക്കുക. ഈ പരിശുദ്ധാത്മാവിനെ ഒടുക്കപ്പെട്ടു പ്രപഞ്ചം മുഴുവൻ്റെ മേലും. ജോയേൽ 2:28 പറയുന്ന ആ വചനം, സൃഷ്ടപ്രപഞ്ചം മുഴുവൻ്റെ മേലും പരിശുദ്ധാത്മ വർഷിക്കപ്പെട്ടു. അതിനെ സ്വീകരിക്കണം, വിശ്വസിക്കണം. ഉണ്ടെന്ന് വിശ്വസിക്കണം. ദൈവം ആത്മാവാണ്, ദൈവത്തിൻ്റെ ചൈതന്യം അത് പ്രവർത്തിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനെ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയായിത്തീരും.
ഈശോ നമുക്ക് ജലം, അത് പരിശുദ്ധം, അത് നമുക്ക് നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ കുറച്ച് നമ്മളൊരു അരുവിയാക്കി മാറ്റും. നമ്മളെ തന്നെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഉപകരണമാക്കി പരിശുദ്ധാത്മാവ് നമ്മൾ അരുവിയായിട്ട് മാറും, ഉറവയായിട്ട് മാറും, സോഴ്സ് ഓഫ് വാട്ടർ. അതപ്പോൾ നമ്മൾ വചനം പറയാണ്, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നെ ഒരിക്കലും ദാഹിക്കില്ല. അപ്പോൾ ആ ദാഹങ്ങൾ നമുക്ക് ഇന്നത്തെ പേര്, പെരുമ, പ്രശസ്തി മാറിപ്പോകണമെങ്കിൽ നമുക്ക് പരിശുദ്ധം. അപ്പോൾ നിങ്ങൾ ആ പരിശുദ്ധം ഒന്ന് വ്യക്തി ഈശോയുടെ ജീവിതത്തിൽ ആത്മാവാണ് നയിക്കുന്നത്. ഈശോയുടെ പീഡാസഹനത്തിന് വേളയൊക്കെ ഈശോയ്ക്ക് ആ പിടിച്ച് നിൽക്കാൻ, ആ സഹനത്തിൻ്റെ മുമ്പിൽ ഈശോ തളർന്നു പോകാതിരിക്കുന്നതിൻ്റെ കാരണം ഈശോയിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ശക്തി നിറഞ്ഞേൽപ്പുണ്ട്. ആ പരിശുദ്ധം നിൽക്കുന്നുണ്ട് ഈശോയ്ക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്കൊന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് സഭ കൂടുതൽ പഠിക്കണം, നമ്മളെല്ലാവരും അറിയണം, ധ്യാനിക്കണം. ദൈവം ബൈബിളിൽ പറയുന്ന പോലെ ധ്യാനിക്കണം. അല്ല പലരും പറഞ്ഞു അത് കേൾക്കരുത്. പല അരൂപികളുണ്ട്. 1 യോഹന്നാൻ 4:1 എല്ലാ ആത്മാക്കളും വിശ്വസിക്കുന്നവർ. അപ്പോൾ ഒരുപാട് ആത്മാക്കൾ ലോകത്തുണ്ട്. അതിൽ വിവേചിച്ചറിഞ്ഞ് ഡിസേൺമെൻറ്റോടുകൂടി അത് കറക്റ്റ് സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനെ തിരിച്ചറിഞ്ഞ് ആ പരിശുദ്ധാത്മാവിനോട് വ്യക്തിപരമായൊരു ബന്ധം പുലർത്തണം. ആ പരിശുദ്ധാത്മാവിനോട് വ്യക്തിപരമായി ബന്ധം പുലർത്തുമ്പോൾ ആ ആത്മാവിൻ്റെ വലിയ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. യോഹന്നാൻ 4:24 ദൈവം ആത്മാവാണ്, അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. അപ്പോൾ ദൈവം ആത്മാവാണ്. അപ്പോൾ ആത്മാവിലുള്ള ഒരു ആരാധന എന്ന് വെച്ചാൽ നമ്മുടെ ആരാധന ആ ദൈവത്തോടുള്ള വെറൊരു ബാഹ്യമല്ലത്, അത് ആത്മീയമാണ് നമ്മുടെ ആരാധന. അപ്പോൾ ആത്മാവായ ദൈവം, അപ്പോൾ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ദൈവം. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 7-8 വചനം പറയുന്ന പോലെ പ്രപഞ്ചം മുഴുവനും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നു. പ്രപഞ്ചം മുഴുവനും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നു. സകലത്തെയും ആശ്ലേഷിച്ചിരിക്കുന്നത് മനുഷ്യൻ പറയുന്ന എല്ലാം അറിയുന്നു. കർത്താവിൻ്റെ ആത്മാവിനെ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്നത് മനുഷ്യൻ പറയുന്നറിയുന്നു. ദുർഭാഷണം നടത്തുന്നവൻ പിടിക്കപ്പെടുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ അരൂപി നിറയാത്തതാണ് നമ്മുടെ എല്ലാ പ്രശ്നം. ബൈബിളിൽ ജ്ഞാനം എന്നുള്ള വാക്ക്, ജ്ഞാനത്തിൻ്റെ പുസ്തകം മുഴുവൻ തന്നെയും പരിശുദ്ധാത്മാവിനെ കുറിച്ച് തന്നെയാണ്. ആണ് ഭൂവാലകരെ നീതിയെ സ്നേഹിക്കുന്നു. ഞാൻ 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള ഭൂവാലകരെ നീതിയെ സ്നേഹിക്കും. കളങ്കമന്യേ കർത്താവിനെ കുറിച്ച് ധ്യാനിക്കുവിൻ. നിഷ്കളങ്കതയോടെ അവിടുത്തെ അന്വേഷിക്കുവിൻ. അവിടുത്തെ പരീക്ഷിക്കുന്നവർ അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു. അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ വെളിപ്പെടുത്തുന്നു. കുടിലബുദ്ധി മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. അവിടുത്തെ ശക്തിയെ പരീക്ഷിക്കുന്ന ഭോഷന്മാർ ശാസിക്കപ്പെടുന്നു. ജ്ഞാനം കപട ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് കപട ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല. പാപത്തിന് അടിമയായ ശരീരത്തിൽ വസിക്കത്തുമില്ല. പാപത്തിന് അടിമവേല ചെയ്യുന്ന മദ്യപാനം, മ്ലേച്ഛത ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് നമ്മളതൊന്ന് വിശുദ്ധീകരിച്ചെന്ന് പോയി പ്രാർത്ഥിച്ച് നല്ല കുമ്പസാരത്തിനൊക്കെ പോകണം. കുമ്പസാരിക്കണം, പരിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കണം. അതിനൊക്കെ നല്ല കുമ്പസാരം, ആഴമേറിയ മാനസാന്തത്തോടെ, കണ്ണുനീരോടെ, നല്ല പശ്ചാത്താപത്തോടെ നല്ല കുമ്പസാരമൊക്കെ നടത്തിയിട്ട് പോയി കുർബാനയിൽ പങ്കെടുത്ത് കുർബാനയൊക്കെ സ്വീകരിക്കുക, പ്രാർത്ഥന മേടിക്കുക, വചനം കേൾക്കുക. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്ന് താമസിക്കുന്ന അനുഭവം ഉണ്ടാവും, താമസിക്കും. അതാണ് യോഹന്നാൻ്റെ 14:23 പറയും, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് വാസം ഉറപ്പിക്കുന്ന ഒരു വ്യക്തി, ഞങ്ങൾ വന്ന് പരിശുദ്ധത്വം 3 ആളുകൾ വന്നിട്ട് വാസം ഉറപ്പിക്കുക. അബ്രാഹത്തിൻ്റെ വീട്ടിൽ വിരുന്നിന് 3 ദൈവദൂതന്മാർ ചെന്ന് പറയാറുണ്ട്, വചനം പറയാം. അപ്പോൾ താമസിച്ച് ഒരു കൊണ്ട് ഭക്ഷിക്കുന്നതാണ്. യോഹന്നാൻ 3:20 പറഞ്ഞു, ഇതാ ഞാൻ വാതിൽ മുട്ടുന്നു, ആരെങ്കിലും സ്വരം കേട്ട് വാതിൽ തുറന്ന് ഞങ്ങൾക്ക് അവനോട് കൂടി നിന്ന് ഭക്ഷിക്കാം. അബ്രാഹത്തേക്കാണ്. അബ്രാഹം വിശ്വസിക്കുന്നത്, യേശുവിൽ വിശ്വസിക്കുന്ന അടുത്തേക്കാണോ ഈ ത്രിത്വം ചെല്ലുന്നത്. യേശുവിൽ വിശ്വസിക്കുന്ന യേശു ദൈവമാണ്, യേശു കർത്താവ്, യേശു മാത്രം ദൈവമുള്ളൂ, യേശു മാത്രമാണ് രക്ഷക്കുന്നത്, യേശു നിത്യജീവൻ, യേശുവാണ് കർത്താവെന്നും വിശ്വസിക്കുന്ന ആളുടെ അടുത്തേക്കാണ് ഈ ത്രിത്വം ചെല്ലുന്നത്. പക്ഷേ ത്രിത്വം ചെന്നിട്ട് അവർ വാസം ഉറപ്പിക്കും, അവിടെ താമസിച്ചു അവർ പോവുകയല്ലോ. ഭയങ്കര അനുഭവമാണിത്. പഴയ നിയമത്തിലെ ലോത്തിനെ 2 ദൈവദൂതന്മാർ വന്നിട്ട് അവിടുന്ന് ഇറക്കിക്കൊണ്ട് പോകുന്നത് കാണാൻ പറ്റും. കൈപിടിച്ച് ഇറക്കിക്കൊണ്ട് പോകുക. പരിശുദ്ധാത്മാവ് യേശുവിൽ വിശ്വസിക്കുക. അപ്പം ലോത്ത് ദൈവ കൽപ്പനകൾ അതേപടി അനുസരിക്കുന്ന വിശ്വസ്തനായ ദൈവത്തിൻ്റെ വൃത്തിന. അപ്പം അതുകൊണ്ട് ദൈവം വന്നിട്ട് അവരെ ആ അപകടം നിറഞ്ഞ സാഹചര്യം, പാപം നിറഞ്ഞ പ്രശ്നം കൈപിടിച്ച് ഇറക്കിക്കൊണ്ട് പോകുന്നത് കാണാൻ പറ്റുമേ. പരിശുദ്ധം നയിക്കുക. ശരിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തന്നെ പരിശുദ്ധം എന്ന് പറഞ്ഞാൽ അരൂപിയാണ്, നമുക്ക് കണ്ണുകൊണ്ട് കാണത്തില്ല, അല്ലെങ്കിൽ ഇൻവിസിബിളാണ്. പക്ഷേ കൈപിടിച്ച് നടത്തുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ വളരെ നല്ല മനോഹരമായ രീതിയിൽ ഞാൻ അനുഭവിക്കുന്ന വ്യക്തിയാണ്. സുവിശേഷം പ്രസംഗിക്കും മാത്രമല്ല, ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും, ആളുടെ പ്രശ്നങ്ങൾ ഇടപെടുമ്പോൾ, യാത്ര ചെയ്യുമ്പോഴും, എല്ലാ സാഹചര്യങ്ങളിലും നമ്മളെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്
ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും സുവിശേഷ വേല ചെയ്യുന്നവനെ സപ്പോർട്ട് ചെയ്യാൻ ആരേ ഉള്ളൂ എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ, വേറെ ആരും സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല. ലൂക്കാ സുവിശേഷം 3-ാം അധ്യായത്തിൽ 16 മുതൽ 18 വരെയുള്ള വചനങ്ങൾ. ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തരായ ഒരുവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാൽ അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. പരിശുദ്ധാത്മാവിനാൽ അഗ്നിയാലും അത് സ്നാനം കൊടുക്കുക. പരിശുദ്ധാത്മാവിനാൽ അഗ്നിയിലുള്ള സ്നാനം വരിക. പരിശുദ്ധാത്മാവ് ഈശോയാണ് പരിശുദ്ധാത്മാവിനെ തരുന്നത്. അവിടെ സ്നാപയോഹന്നാൻ പറയുകയാണ്, ഈശോയോട് ചോദിക്കാൻ പറയും. വിശുമുറ അവൻ്റെ കയ്യിലുണ്ട്, അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പരെ ശേഖരിക്കുന്നു, പതിര് കെടാത്ത തീയിൽ ദഹിപ്പം വേർതിരിക്കുക, എല്ലാം വേർതിരിച്ചിട്ട് കൃത്യമായിട്ട് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ പരിശുദ്ധാത്മാവാണ് ഈ അഗ്നി ദഹിപ്പിക്കുന്ന കർമ്മം നടത്തും, ശുദ്ധീകരണം നടത്തുന്ന പരിശുദ്ധാത്മാവാണ്, അവർ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവാണ്. എപ്പോഴും പരിശുദ്ധാത്മ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആദ്യം ഒരു സഫറിങ് ആയിരിക്കും, ഒരു സഫറിങ് ഉണ്ടാകും. അതൊരു ശുദ്ധീകരണം നടക്കും, വലിയൊരു ശുദ്ധീകരണം. അഗ്നി ഇറങ്ങി ശുദ്ധീകരണം നടത്തും, അഗ്നിശുദ്ധി നടത്തും. അപ്പം അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള പാപത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളും പരിശുദ്ധാത്മാവ് എടുത്ത് കളഞ്ഞിട്ട് നമ്മളിലേക്ക് വന്ന് നിറഞ്ഞ് താമസം ഉറപ്പിക്കും. അപ്പോൾ ഈ ഒരു അനുഭവത്തിനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം, തീവ്രമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. സഭയിൽ പരിശുദ്ധ കുർബാനയുടെ സമയത്തൊക്കെ ഈശോയുടെ ആ പരിശുദ്ധാത്മാവ് സഭയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ശരിക്കും പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് അവിടെ മുഴുവൻ നേരവും പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് സഭയെ നയിക്കുന്ന കാലാകാലങ്ങളിൽ സഭയെ നിയന്ത്രിക്കുന്നു, നയിക്കുന്ന ഒറ്റ പരിശുദ്ധാത്മാവുണ്ട്. മനുഷ്യബുദ്ധിക്ക് അതീതമാണിത്, പക്ഷെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ഹാപ്പനിങ്. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും വിശുമുറ അവൻ്റെ കയ്യിലുണ്ട്, അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പരെ ശേഖരിക്കും, പതിര് കെടാത്ത തീയിൽ ദഹിപ്പിക്കുകയും ചെയ്യും. ഈശോയിലൂടെയാണ് ആ സംഭവം വരുന്നത്. ശരിക്കും ഈ പരിശുദ്ധാത്മാവിനെ ഈശോ നമുക്ക് തരുന്നത് സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 33-34 വചനമുണ്ട്. അവിടെ സ്നാപകൻ പറയുകയാണ്, ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞത്, ആത്മാവ് ഇറങ്ങി വന്ന് അതിൻ്റെ മേലെ ആവസിക്കുന്നു കാണുന്നു, അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം. അപ്പം ഈശോയുടെ മേൽ പരിശുദ്ധാത്മാവ് ഒന്ന് ആവസിക്കുന്നത് സ്നാപക യോഹന്നാൻ കണ്ടു. അപ്പോൾ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട്. അപ്പോൾ അതിനകത്ത് വളരെ അർത്ഥം കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ പകരാൻ കൊടുക്കാൻ പറ്റുക. ഈശോ ശരിക്കും അവിടെ നിന്ന് ഈശോ നമുക്ക് പരിശുദ്ധാത്മാവ് തരിക. ഈശോയിലൂടെ നമുക്ക് അനോയിന്റിങ് ഈശോ നമുക്ക് പരിശുദ്ധാത്മാവ് തന്നു, ഈശോയിലൂടെ തരികയാണ്. അതുകൊണ്ട് പറഞ്ഞ ഇവൻ ദൈവപുത്രൻ എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഈശോ ദൈവപുത്രൻ. അപ്പം ദൈവപുത്രനാണ്. കാരണം പരിശുദ്ധാത്മാവിനെ നൽകുന്നവനാണ് ദൈവപുത്രൻ. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നവനാണ് ദൈവപുത്രൻ. ഈശോ ദൈവപുത്രനാണ്. കാരണം അതുകൊണ്ടാണ് ഈശോയ്ക്ക് നമുക്ക് പരിശുദ്ധാത്മാവിനെ തരാൻ പറ്റുന്നത്. യോഹന്നാൻ 19:34 പറഞ്ഞൊരു പടയാളികൾ ഒരുവൻ ചങ്കിലേക്ക് ഒന്നും കൊണ്ട് കുത്തി, ഉടനെ ചോരയും വെള്ളം ഒഴുകി, അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുന്ന സാക്ഷി സത്യവുമാകുന്നു. അപ്പോൾ അവിടെ പറയുന്നതനുസരിച്ച് ചങ്കിൽ നിന്ന് ചോരയും വെള്ളം ഒഴുകുന്നു. അത് ലൊങ്കിനോസ് പറഞ്ഞ ഒറ്റ കണ്ണ് എൻ്റെ കണ്ണിലേക്ക് തെറിച്ച് വീഴുമ്പോൾ ആ കണ്ണ് തുറക്കപ്പെടുമെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വചനത്തിനർത്ഥം വന്നു. അപ്പം ഈശോ ആണ് വിളിച്ച് ഈശോയുടെ ചങ്കിൽ നിന്നാണ് ഈ പരിശുദ്ധാത്മാവ് ഒഴുകപ്പെടുന്നത്. ജലവും രക്തം, ജീവനും ആത്മാവും ഒഴുകുക. അപ്പോൾ ശരിക്കും ഈശോ നമുക്ക് ഒരു സ്ഥലം തരികയാണ്. അതുകൊണ്ട് ഈശോയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു കർത്താവാണ്, ഈശോ ദൈവപുത്രനാണ്. വിശ്വസിക്കും തോറും ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മിലേക്ക് അതിശക്തമായിട്ട് ഒഴുകുന്നു. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഹൃദയം തുറന്ന് നമുക്ക് നന്ദിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എപ്പോഴും ആ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയം സൂക്ഷിക്കാനായിട്ട് നമ്മളെപ്പോഴും തയ്യാറാകണം. വീണ്ടും നമുക്ക് കാണാൻ പറ്റും, യോഹന്നാൻ പറയുന്നുണ്ട്, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 38 വരെ. അടുത്ത ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാർ 2 പേരോട് കൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഈശോ ഈ പരിശുദ്ധമായി നമുക്ക് തരുന്ന എൻ്റെ കാൽവരി ബലിയിലൂടെയാണ്, കുരിശും മരണത്തിലൂടെ. ഈശോ കാൽവരി മരിച്ചു ഈശോയുടെ മരണത്തിൽ ഈശോയുടെ ചങ്കിൽ നിന്ന് ജീവൻ പോരുന്നുണ്ടല്ലോ. ആ ജീവനാണ് പരിശുദ്ധാത്മാവ്. അതാണ് ദൈവവചനം പറയുന്നത്. ലൂക്കാ സുവിശേഷം 23:46 യേശു ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കും. ഇത് പറഞ്ഞവൻ ജീവൻ വെടിഞ്ഞു. എൻ്റെ ആത്മാവിനെ പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്നു. ആ പിതാവും പുത്രനും കൂടെ ഒരുമിച്ചാണ് നമുക്ക് ഈ പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. ഉച്ചത്തിൽ നിലവിളിച്ച് ജീവൻ വെടിഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ ആത്മാവിനെ തിരികെയാണ്. അതാണ് ഈശോയുടെ ആ ജീവനാണ് അതാണ് ഈശോയിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ്. മർക്കോസ് വിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ അവിടെയും കണ്ടുമുട്ടുന്നുണ്ട്. 15-ന്റെ
37 മുതൽ 41 വരെയുള്ള വചനം. യേശു ഉച്ചത്തിൽ നിലവിളിച്ച് ജീവൻ വെടിഞ്ഞു. അപ്പോൾ ദേവാലയത്തിൻ്റെ തിരശ്ശീല മുകളിൽ നിന്ന് താഴെ വരെ കീറി എന്ന് പറയാം. അവിടെ വെച്ച് വലിയ മനസ്സാണ്. അപ്പോൾ യേശു പറയണ്ട, യേശു ഉച്ചത്തിൽ നിലവിളിച്ച് ജീവൻ വെടിഞ്ഞു. ആ ഒരു ജീവൻ, യേശുവിൽ വരെ ആ ജീവനുണ്ടല്ലോ, ആ ജീവനാണ് അത് പ്രപഞ്ചത്തിലേക്ക് വരികയാണ്. അവസാന നാൾ എൻ്റെ ആത്മാവ്, എൻ്റെ ജീവനെ എന്തൊക്കെ ആ ജീവൻ നമുക്കിലേക്ക് വരും. അതൊരു വലിയ, എന്നീ പറഞ്ഞ വലിയൊരു മഹാരഹസ്യമാണ്. അപ്പം ഈ ജീവനാണ്, ഈ ആത്മാവാണ് പിന്നെ അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക. ഈശോയുടെ ആത്മാവാണ് പറഞ്ഞത്. ശരി, ഇമ്മാനുവൽ എന്ന് പറയുന്ന ദൈവം നമ്മോട് കൂടെ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിലൂടെയാണ് അത് പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശിഷ്യന്മാർ പൗലോസും സീലാസും തടവറയിൽ കടക്കുമ്പോൾ അവർ ആ തടവറ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. അവിടേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തിയോടെ ഒഴുകുമ്പോൾ, ശക്തി, പവർ, ഒരു ഭൂമി കുലുക്കി, ഭൂമിയെ പോലും കുലുക്കാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. ഈശോ കാൽവരി മരിക്കുമ്പോൾ ഭൂമി കുലുങ്ങി എന്ന് പറയുമ്പോൾ ഭൂമിയെ പോലും കുലുക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. പ്രപഞ്ചത്തെ നിർമ്മിച്ചവനാണെങ്കിൽ ആ പ്രപഞ്ചത്തെ കുലുക്കാനും കൂടെ അവന് സാധിക്കും. ഈ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ഒഴുകപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുക, തീവ്രമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചോണം. അപ്പം ഈ സമയത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക തന്നെ അടയാളം ഉണ്ടാകട്ടെ, അത്ഭുതം ഉണ്ടാകട്ടെ, സൗഖ്യം ഉണ്ടാകട്ടെ. അത് ഈ പരിശുദ്ധാത്മാവിനെ ഹൃദയം തുറന്ന് സ്വീകരിക്കുക. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പരിശുദ്ധാത്മാവോട് സംസാരിക്കുക. പരിശുദ്ധാത്മാവിനോട് എപ്പോഴും നമ്മൾ സ്തുതിച്ചും പ്രാർത്ഥിച്ചൊക്കെ നടക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവോട് സംസാരിക്കുക. ഒരു വ്യക്തിബന്ധം ഉണ്ടാകുക. ഇവിടെ ഒറ്റ വാക്കുള്ളൂ, ഈശോയെ, പരിശുദ്ധാത്മ വരാൻ ഒരു വഴി, ഈശോയെ, ഈശോയുടെ വചനങ്ങൾ സ്നേഹിക്കും. യോഹന്നാൻ 14 എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ വന്ന് അവൻ്റെ വാസമുണ്ട്. ഇവിടെ സ്നേഹം എന്നൊരു വലിയ തലമുണ്ട്. ദൈവസ്നേഹവും സഹോദര സ്നേഹവും. ദൈവത്തോടും സഹോദരങ്ങളോടും പരിശുദ്ധമായ സ്നേഹം നമ്മൾ സൂക്ഷിക്കണം. എങ്കിലേ ആ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ഒഴുകി വരുള്ളൂ. അപ്പോൾ ഈശോയുടെ സ്നേഹം, അപ്പോൾ നമ്മൾ ബൈബിൾ വായിക്കുന്നു, പള്ളിയിൽ പോകുന്നു, കുമ്പസാരിക്കുന്നു, കുർബാന സ്വീകരിക്കുന്നു, വിശുദ്ധ ജീവൻ നയിക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈശോയുടെ സ്നേഹത്തെ പ്രതിയാണ്. മറ്റുള്ളവർ സ്നേഹിക്കുന്നു, മറ്റൊരു ശുശ്രൂഷിക്കുന്നു, പാവങ്ങളെ ശുശ്രൂഷിക്കുന്നു, ദരിദ്രരെ ശുശ്രൂഷ, എല്ലാം ഈശോയുടെ സ്നേഹത്തെ പ്രതിയാണ്. ഈ പരിശുദ്ധ പ്രവർത്തിക്കട്ടെ. എനിക്ക് തോന്നുന്നു ലോകത്തിൽ വേറൊന്നുമല്ല, മനുഷ്യൻ്റെ പ്രശ്നം പലപ്പോഴും നിങ്ങൾ കൗൺസിലിങ്ങിനായിട്ട് ഓരോരുത്തർ അടുത്ത് പോകും, അല്ല ഉപദേശം നിങ്ങൾ പരിശുദ്ധാത്മാവുള്ള ഒരാളെടുത്ത് പോകും, ഒരു ഉപദേശം മേടിക്കും. ശരിക്കും നിങ്ങളെന്താ ആ ആളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കണം. ശരിക്കും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളോട് ആര് സംസാരിച്ചാലേ പ്രശ്നം തരുള്ളൂ, പരിശുദ്ധാത്മാവ് സംസാരിച്ചാലേ പ്രശ്നം തരുള്ളൂ. പരിശുദ്ധാത്മാവിന് സ്വരം കേൾക്കാൻ നിങ്ങൾ പോവുകയാണ്. ഇപ്പം എൻ്റെ അടുത്ത് നിങ്ങൾ വരുമ്പം ചോദിക്കും, പരിശുദ്ധാത്മാവ് എന്ത് പറയും? പരിശുദ്ധാത്മാവിന് സ്വരം കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുക. അതെ, നമ്മുടെ വഴി തെറ്റാതിരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കണം, പരിശുദ്ധാത്മാവ് നമ്മുടെ കാര്യത്തിൽ ഇടപെടണം. അപ്പോൾ ഈ പരിശുദ്ധാത്മാവുമായിട്ട് ഒരു വ്യക്തിബന്ധം, ഒരു ഫ്രണ്ട്ഷിപ്പ് ബന്ധം ഇന്നു മുതൽ രൂപപ്പെടുത്താൻ നമുക്ക് തയ്യാറാകാം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ഡെലിവറൻസിൻ്റെ ആരാധനയിൽ പങ്കെടുത്ത് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത്ഭുതങ്ങളുടെ അടയാളം സംഭവിക്കട്ടെ. ആമേൻ. ദൈവകുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ, 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 ആമേൻ. ഹല്ലേലൂയാ, 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 ആമേൻ. സ്തുതിക്കുന്നു, ഹല്ലേലൂയ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. എല്ലാവിധ ബന്ധനങ്ങളിലേക്ക് സുനാമത്തിൽ എല്ലാം വിടുതൽ സംഭവിക്കുന്നു. തടസ്സങ്ങളെല്ലാം മാറിപ്പോട്ടെ. പരിശുദ്ധ ശക്തികൾ ഹല്ലേലൂയ, സ്തുതിക്കുന്നു, 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 ഹല്ലേലൂയ, ആരാധന, സ്തുതിക്കുന്നു, 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 ഹല്ലേലൂയ, ആരാധന, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധാത്മ ശക്തി കൊടുക്കട്ടെ, അഭിഷേകം കൊടുക്കട്ടെ. എല്ലാ വ്യക്തികളുടെ മേലും, ഈ കുടുംബത്തിന്റെ മേലും, ദേശം മുഴുവൻ്റെ മേലും പരിശുദ്ധാത്മാവിന്റെ കൃപാവരം കൊടുക്കട്ടെ.
അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നു. ഈശോയുടെ നാമം നാമത്തിൽപ്പെടട്ടെ. കർത്താവേ, ഇങ്ങനെ ആത്മാവിനെ കുറിച്ച് അപ്പം പിതാവേ അവിടുത്തെ പ്രിയപുത്രനായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഈ കൂട്ടായ്മ മുഴുവൻ്റെ മേലും ഞങ്ങൾ ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവിനെ വർഷിക്കണം. പരിശുദ്ധാത്മാവിനെ വർഷിക്കണേ. ഞങ്ങളടിച്ച് പണം ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ ആമേൻ ആമേൻ യേശുനാഥ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ ആമേൻ ആമേൻ യേശുനാഥ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ ആമേൻ ആമേൻ യേശുനാഥ ആമേൻ ആമേൻ പരിശുദ്ധാത്മാവേ ആമേൻ പരിശുദ്ധാത്മാവേ ആമേൻ സർവശക്ത പരിശുദ്ധാത്മാവേ ആമേൻ ആമേൻ യേശുനാഥ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ ഹല്ലേലൂയ പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ ആരാധന ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന. എല്ലാ മക്കളും പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവേ ഒഴുകണമേ. വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങളെ ആരാധിക്കുന്നു. ഞങ്ങളുടെ ഞങ്ങളുടെ ദൈവം, ഞങ്ങളുടെ കർത്താവ്, രക്ഷകൻ, ഞങ്ങൾ വീണ്ടെടുക്കുന്നു, അത് സ്വന്തമാക്കുന്നു. കർത്താവേ, അവിടുത്തെ ആത്മാവിനെ വർഷിക്കണേ. ഈ കൂട്ടായ്മയുടെ മേൽ ഞങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കണം. എൻ്റെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കണം. ഞങ്ങളെല്ലാവരും പരിശുദ്ധം വർഷിക്കണം. പക്ഷേ ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും. കൂടെ വസിക്കണേ കർത്താവേ, കൂടെ വസിക്കണേ കർത്താവേ. അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു പ്രവർത്തിക്കണം. ഞങ്ങളുടെ കണ്ണുനീരൊപ്പണം കർത്താവേ. ഞങ്ങളുടെ ദുഃഖങ്ങൾ മാറ്റണം. ഞങ്ങളുടെ ബന്ധന, ഭയം, ക്ഷീണം, അസ്വസ്ഥത പരിശുദ്ധാത്മാവിനെ ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന. ഞങ്ങളടിച്ച് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ തിരുക്കരത്താൽ താങ്ങിയല്ലേ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം യേശുവിൻ രക്തം യേശുവിൻ തിരുരക്തം. എല്ലാ വ്യക്തികളും കുടുംബങ്ങളും എല്ലാ മക്കളും തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം യേശുവിൻ രക്തം യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം യേശുവിൻ രക്തം യേശുവിൻ തിരുരക്തം. രോഗമെല്ലാം മാറിയിടട്ടെ ബന്ധനങ്ങൾ അഴിഞ്ഞിടട്ടെ. രോഗമെല്ലാം മാറിയിടട്ടെ ബന്ധനങ്ങൾ അഴിഞ്ഞിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അഭിഷേകം അഭിഷേകം പരിശുദ്ധ
മുഴുവൻ പരിശുദ്ധമാക്കി തരണം. ഈശോയെ, അങ്ങയുടെ കാൽവരി കുരിശിലുള്ള തിരുരക്തം കൊണ്ട് ഞങ്ങളുടെ പാപങ്ങളും പാപകടങ്ങളും ഞങ്ങൾ എടുത്തു മാറ്റുന്ന ഈ നിമിഷത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നതാണ്. ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നതാണ്. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ വർഷിച്ച് ഞങ്ങൾ അശുദ്ധി, അന്ധകാരം, ഭയം, രോഗം, വിനാശം എല്ലാം മാറ്റി തരണം. ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന. അടിച്ചു പാടാണ്. അഭിഷേകം കൊടുക്കുന്നു, അഭിഷേകം കൊടുക്കുന്നു. വിശ്വസിക്കുക, 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 വിശ്വസിക്കുക. ആമേൻ, ആമേൻ, യേശുനാഥ. ആമേൻ, ആമേൻ, ദൈവപുത്ര. ആമേൻ, ആമേൻ, സർവശക്ത നിത്യപിതാവേ. ആമേൻ, ആമേൻ, യേശുനാഥ. ആമേൻ, ആമേൻ, ദൈവപുത്ര. ആമേൻ, ആമേൻ, സർവശക്ത നിത്യപിതാവേ. വിളിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ, മഹത്വമേറിയ സാന്നിധ്യം കൊടുക്കട്ടെ. ഈശോയുടെ സാന്നിധ്യം വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് ഞങ്ങൾ വെളിപ്പെടട്ടെ. ഓരോരുത്തരുടെ ഹൃദയത്തിൽ, ചിന്തയിലെല്ലാം പരിശുദ്ധം വെളിപ്പെടട്ടെ. ആത്മാവിൻ തീതാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമ സഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ. ആദിമ സഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോൽ ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമ സഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോൽ ആദിമ സഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോൽ ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. Holy name of Jesus Christ, 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 Holy blood 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 of Jesus Christ. Hallelujah, 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 Hallelujah. ഉച്ചത്തിൽ ഈശോയെ വിളിക്കുന്ന ആരാധന. അഭിഷേകം പെയ്തിറങ്ങട്ടെ. വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും പറയട്ടെ. മുറിവുകളെല്ലാം സുഖം പ്രാപിക്കട്ടെ. പരിശുദ്ധാത്മാവെ കടന്നിലണമേ എല്ലാവരുടെ ജീവിതങ്ങളിൽ, എല്ലാ ഹൃദയങ്ങളിൽ, എല്ലാ മനസ്സുകളിൽ, ബുദ്ധിയിൽ, ചിന്തയിൽ, ആത്മാവിൽ, ജഡത്തിൽ എല്ലാം പരിശുദ്ധാത്മ ശക്തിയുണ്ട്. അസ്ഥികളെ താഴ്വരയിലേക്ക് നോക്കിയിട്ട് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചതുപോലെ പ്രവാചകൻ വിളിച്ചു പറഞ്ഞപ്പോൾ ആ സമയത്ത് പരിശുദ്ധാത്മാവ് അസ്ഥികളിലേക്ക് നിറഞ്ഞ് ജീവനുള്ള മനുഷ്യ ജീവിതങ്ങളായിട്ട് അവരെ ഉണർന്നെഴുന്നേറ്റതുപോലെ ഉയർത്തുന്നതുപോലെ ഇപ്പോൾ എല്ലാവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തിൽ ഒഴുകുന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് വർഷിക്കണേ. ഞങ്ങളുടെ വരണ്ട അസ്ഥികൾ, ഉണങ്ങിയ അസ്ഥികൾ, തകർന്ന ജീവിതങ്ങൾ എല്ലാം ഫലം പ്രാപിക്കട്ടെ, ജീവൻ പ്രാപിക്കട്ടെ. അമ്മാവെ കടന്നു വരണമേ. പരിശുദ്ധാത്മാവിനെ വീശണം. സ്വർഗ്ഗപിതാവേ പരിശുദ്ധാത്മാവിനെ ഇവിടെ നിറയ്ക്കണമേ. ഈശോയെ പരിശുദ്ധം
പരിശുദ്ധമാവേ അങ്ങനെ കൊടുങ്കാറ്റ് ആത്മാവ് ഞങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ശരീരത്തിൽ, മനസ്സിൽ, ആത്മാവിൽ, ഹൃദയത്തിൽ എല്ലാം കൊടുങ്കാറ്റ് വരട്ടെ. പരിശുദ്ധാത്മാവാണ് കൊടുക്കട്ടെ. പുതുജീവൻ തരട്ടെ. ഞങ്ങളുടെ ജീവൻ തിരിച്ചിട്ടില്ല. ദൈവസ്നേഹം തരട്ടെ. ദൈവസ്നേഹം തരട്ടെ. സഹോദര സ്നേഹം തരട്ടെ. ക്ഷമയും പ്രാർത്ഥനയും തരട്ടെ. വിശ്വാസത്തിന്റെ ജീവൻ ഉണ്ടാകും. രോഗികൾ ഇപ്പോൾ സുഖം പ്രാപിക്കട്ടെ. പൈശാചിക ബന്ധനത്തിലും നിരാശയിലും കഴിഞ്ഞ ജീവിതങ്ങൾ രക്ഷപ്പെടട്ടെ. തകർന്ന കുടുംബ ബന്ധങ്ങളിലെല്ലാം പരിശുദ്ധം വർക്കട്ടെ. കണ്ണുനീരടക്കുന്ന കുടുംബങ്ങളിൽ ഈശോയുടെ ഇടപെടുണ്ടാകട്ടെ. യുവതി യുവാക്കൾ പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. എല്ലാ യുവാക്കളും യുവതികളും പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. പരിശുദ്ധമാവേ അവരിലേക്ക് പ്രവർത്തിക്കണമേ. വരട്ടുണങ്ങിയവർ ജീവിതങ്ങൾ, തകർന്ന ജീവിതങ്ങൾ, ഉരുവേറ്റ ജീവിതങ്ങൾ, പാപത്തെ അടിമപ്പെട്ട് കഴിഞ്ഞു അന്ധകാരം നിറഞ്ഞ മനസ്സിലേക്ക് പ്രകാശമായി പരിശുദ്ധം കടന്നിടണമേ. പൗലോസും സീലാസും തടവറയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ തടവറയ്ക്കുള്ളിലേക്ക് കടന്നു എന്ന പരിശുദ്ധാത്മാവേ ശക്തിയായി, അടയാളമായി, അത്ഭുതമായി, വിടുതലായി കടന്നതുപോലെ ഇപ്പോൾ എല്ലാ ഭവനങ്ങളിലേക്കും, എല്ലാ വ്യക്തികളിലേക്കും, ഓരോ ഹൃദയങ്ങളിലേക്കും, ജീവിതങ്ങളിലേക്കും ജീവനായി, ശക്തിയായി, അഭിഷേകമായി, കൃപയൊഴിഞ്ഞതാണ്. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആരാധന സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആരാധന സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആരാധന പരിശുദ്ധാത്മാവേ സ്തുതി ആരാധന. പരിശുദ്ധാത്മാവേ സ്തുതിക്ക്. ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, ആരാധന സ്തുതിക്കുന്നു. അഭിഷേകം വ്യാപരിക്കട്ടെ. എല്ലാ ഹൃദയങ്ങളും വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, അഭിഷേകം വ്യാപരിക്കുന്നു. വിടുതൽ സംഭവിക്കട്ടെ. ഈ സമയത്ത് വിശ്വസിച്ച് സ്തുതിക്കണം. ഇരു കരങ്ങൾ ഉയർത്തി സർവശക്തിയോട് സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദിവ്യകാര്യത്തിൽ ആരാധിക്കുന്നു. പരിശുദ്ധ കുർബാനയുടെ ഈശോയുടെ സാന്നിധ്യം വെളിപ്പെട്ട് പരിശുദ്ധ കുർബാനയിലുള്ള ഈശോ നിന്റെ കൂടെ നിൽക്കുന്നതിന് വിശ്വാസത്തോടെ ഈശോ നോക്കട്ടെ. മാരക രോഗികൾ സുഖം പ്രാപിക്കട്ടെ. കിടപ്പ് രോഗികൾ സുഖം പ്രാപിക്കട്ടെ. തകർന്ന കുടുംബ ബന്ധങ്ങൾ പ്രവർത്തിക്കട്ടെ. പരിശുദ്ധമായി കൂട്ടിയോജിപ്പിക്കണമേ. വേർപെട്ട അസ്ഥികളെ കൂട്ടിയോജിപ്പിക്കണം, കൂട്ടിച്ചേർക്കണേ. പരിശുദ്ധമായി ഞങ്ങളെല്ലാം കൂട്ടിച്ചേർക്കണേ. സഭയുടെ കൂട്ടായ്മ ബലപ്പെടുത്തുന്നുണ്ട്. ഭിന്നിപ്പിക്കുന്ന ദുഷ്ടാരൂപികൾ മാറിപ്പോകട്ടെ. കുടുംബങ്ങളിലും ജീവിതങ്ങളിലുമുള്ള ദുഷ്ടാരൂപികളെല്ലാം മാറിപ്പോകട്ടെ. യേശുക്രിസ്തുവിന്റെ രക്തം മാറിപ്പോകട്ടെ. തിരുരക്തം തളിക്കണേ ഈശോ. ഈശോയുടെ തിരുരക്തം ഞങ്ങൾ കഴുകണേ ഈശോ. ഞങ്ങളുടെ മാരക പാപങ്ങൾ വലിയ പാപങ്ങൾ ഞങ്ങളെല്ലാം കഴുകി മാറ്റണമേ. ഞങ്ങൾ വിശുദ്ധീകരിക്കണം. ഹല്ലേലൂയ, ആരാധന. കൈകളടിച്ച് പാടി പ്രാർത്ഥിക്കാം ശക്തിയോടെ. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും വരങ്ങളും എന്നിൽ ചൊരിയണമേ. ദൈവിക ശക്തി, ആത്മീയ ശക്തി എന്നിൽ പകരണമേ. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും വരങ്ങളും എന്നിൽ ചൊരിയണമേ. ദൈവിക ശക്തി, ആത്മീയ ശക്തി എന്നിൽ പകരണമേ. വിശുദ്ധിയിൽ വളരണം അഭിഷേകം, വിശ്വാസത്തിൽ വളരണം അഭിഷേകം. വിശുദ്ധിയിൽ വളരണം അഭിഷേകം, വിശ്വാസത്തിൽ വളരണം അഭിഷേകം. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും വരങ്ങളും എന്നിൽ ചൊരിയണമേ. ഓരോരുത്തരിലേക്കും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും വരങ്ങളും എന്നിൽ ചൊരിയണമേ. ദൈവിക ശക്തി, ആത്മീയ ശക്തി എന്നിൽ പകരണമേ. യേശുവിനെ സ്നേഹിക്കുന്ന അഭിഷേകം, യേശുവിൽ വളരണം അഭിഷേകം. യേശുവിനെ സ്നേഹിക്കുന്ന അഭിഷേകം, യേശുവിൽ വളരണം അഭിഷേകം. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും വരങ്ങളും എന്നിൽ ചൊരിയണമേ. ദൈവിക ശക്തി, ആത്മീയ ശക്തി എന്നിൽ പകരണമേ. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും വരങ്ങളും എന്നിൽ ചൊരിയണമേ. ദൈവിക ശക്തി, ആത്മീയ ശക്തി എന്നിൽ പകരണമേ. വചനം പഠിക്കുവാൻ അഭിഷേകം, വചനത്തിൽ വളരുവാൻ അഭിഷേകം. വചനം പഠിക്കുവാൻ അഭിഷേകം,
വചനത്തിൽ വളരുവാൻ അഭിഷേകം. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും വരങ്ങളും കൃപയൊഴുകുന്നു. എന്നിൽ ചൊരിയണമേ. ശക്തിയോടുകൂടെ ഓരോമക്കളിലും ദൈവിക ജീവിതങ്ങളിലേക്ക് ശക്തി, തകർന്ന ആത്മീയ ജീവിതങ്ങളിൽ, ശക്തി കുടുംബങ്ങളിൽ, എന്നിൽ വ്യക്തികളിലൂടെ പകരണമേ. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും വരങ്ങളും എന്നിൽ ചൊരിയണമേ. ദൈവിക ശക്തി, ആത്മീയ ശക്തി വിടുതൽ നൽകുന്ന പരിശുദ്ധ എന്നിൽ ഇപ്പോൾ എല്ലാവർക്കും വെളിപ്പെടട്ടെ, പകരണമേ. വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ. എല്ലാ മക്കളും വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ. വിടുതലിന്റെ അഭിഷേകം ആരാധന സ്തുതിക്കുന്നു. അന്ധകാരമാണ്, അന്ധകാരമാണ്, അന്ധകാരമാണ്. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആരാധന, ആരാധന, ഹല്ലേലൂയ, ആരാധന. അഭിഷേക സമയമാണ്, അനുഗ്രഹത്തിന്റെ സമയമാണ്. ദൈവകൃപ പെയ്തിറങ്ങട്ടെ. എല്ലാ മക്കളിലേക്ക് അഭിഷേകം പെയ്തിറങ്ങട്ടെ. തലമുറകളിലേക്ക് എല്ലാ അഭിഷേകം പെയ്തിറങ്ങട്ടെ. മുറിവുകളെല്ലാം ഉണങ്ങട്ടെ. പാപ പൈശാചിക പീഡകൾ, ബന്ധനങ്ങൾ, രോഗങ്ങളെല്ലാം മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. പരിശുദ്ധനാമേ നന്ദി. പരിശുദ്ധ കോടിക്കണക്കിന് ആരാധന. Hallelujah, 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 hallelujah. Yeshua, hallelujah, 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 hallelujah. Yeshua, hallelujah, 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 hallelujah. Yeshua, hallelujah, 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 hallelujah. Yeshua, so hallelujah. Hallelujah, hallelujah, hallelujah. Yeshua, hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Yeshua, hallelujah, 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 hallelujah. Yeshua.